നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഡിസംബർ മാസം 3-ാം തീയതി ബുധനാഴ്ച. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ മറക്കാതെ ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ SIR എന്യൂമറേഷൻ ഫോമുകൾ നമ്മളെല്ലാവരും തന്നെ പൂരിപ്പിച്ച് നൽകിയിട്ടുള്ളവരാണ്. ഇപ്പോൾ അതിൻ്റെ ഡിജിറ്റലൈസേഷൻ നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഡിജിറ്റലൈസ് ചെയ്തോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കാൻ സാധിക്കും. ഇനി ഇത് ഡിജിറ്റലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അപേക്ഷകൾ ഇനി എന്തെങ്കിലുമൊക്കെ തന്നെ പൂരിപ്പിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് രേഖകൾ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഈ വോട്ടർ പട്ടികയിൽ, അതായത് ഇപ്പോൾ വരാൻ പോകുന്ന പട്ടികയിൽ ഒരുപക്ഷെ നമ്മുടെ പേര് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, തദ്ദേശ വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിച്ച് പൊതുഭരണ വകുപ്പ്. തദ്ദേശ വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ 9, 11 തീയതികളിൽ അതാത് ജില്ലകളിലാണ് അവധി. ഡിസംബർ 9-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും ഡിസംബർ 11-ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ ഓഫീസുകൾക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ 9, 11 തീയതികളിൽ അതാത് ജില്ലകളിൽ പൊതു അവധിയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചുള്ള അവധിയും അനുവദിക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാനത്തെ ഫാക്ടറികൾ അതോടൊപ്പം തന്നെ പ്ലാന്റേഷൻസ്, മറ്റ് ഇതര വിഭാഗം ജീവനക്കാർക്കും കൂടി പൊതു അവധി ലഭ്യമാക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനുള്ള സൗകര്യം നൽകുന്നതിന് തൊഴിലുടമകൾക്ക് നിർദ്ദേശം നൽകുന്നതിനോ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെയും അതോടൊപ്പം തന്നെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് വോട്ടെടുപ്പ് ദിവസം അവധി അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കാനായിട്ട് കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പിനോടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ് സമയം ഉണ്ടാവുക. ഡിസംബർ 13-നാണ് സംസ്ഥാനത്ത് വോട്ടെണ്ണൽ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 1000 രൂപ പ്രതിമാസം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇതിൽ നിർണായക ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായിട്ട് അപേക്ഷകൾ സ്വീകരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷണ സെല്ല് ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ്. പഞ്ചായത്തുകളും നഗരസഭകളും വഴിയൊക്കെ തന്നെ അപേക്ഷകൾ സ്വീകരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായതിനാലാണ് വിലക്ക്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിന്റെ അപേക്ഷ നടപടികൾ വീണ്ടും പുനരാരംഭിക്കുന്നതാണ്. മാത്രമല്ല ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷനാണ് ഇവിടെ സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രത്യേക പോർട്ടൽ ഉണ്ടാകും. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പോർട്ടൽ മുഖാന്തരമുള്ള രജിസ്ട്രേഷനും അതിനുശേഷം അപേക്ഷയിൽ ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നമ്മുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഉണ്ടാവുക. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിൽ, അതായത് AY, BPL റേഷൻ കാർഡ് ഉടമകൾക്കായിരിക്കും അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ റേഷൻ കാർഡിലെ ആനുകൂല്യങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങളോ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലെ കരാർ നിയമനം ഒന്നും ലഭിച്ചിട്ടില്ലാത്ത ആളുകൾക്കായിരിക്കും ഈ ആനുകൂല്യത്തിന് അപേക്ഷ വയ്ക്കാനായിട്ട് അർഹത ഉണ്ടാവുക. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നടപടികൾ വളരെ വൈകാതെ തന്നെ പുനരാരംഭിക്കുന്നതായിരിക്കും. ഇതിനെല്ലാം തന്നെ ആധാർ ഒരു മുഖ്യരേഖയായിട്ട് വരികയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്കും വാർഷിക മസ്റ്ററിങ് ഇനി മുതൽ ഉണ്ടാകും. അവരുടെയും ആധാർ മൊബൈൽ നമ്പർ ലിങ്കിങ് ഒക്കെ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ പഴയ ആധാർ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാറൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുകയും വേണം എന്നുകൂടി ഈ നിമിഷം ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ക്രിസ്മസിന് മുൻപ് തന്നെ, അതായത് 25-ാം തീയതിക്ക് മുൻപ് തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും എല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. 2000 രൂപ വീതമുള്ള വർദ്ധിപ്പിച്ച പെൻഷൻ തുകയാണ് ഈ മാസവും നമുക്ക് ലഭിക്കുക. ഇനി തുടർന്ന് അങ്ങോട്ട് ഈ വർദ്ധിപ്പിച്ച പെൻഷൻ തുക തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഭാഗത്തു നിന്ന് പ്രത്യേക അപേക്ഷകളോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പെൻഷന്റെ ഭാഗമായിട്ട് രേഖാ സമർപ്പണമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യാതൊരു തടസ്സവും കൂടാതെ സർക്കാർ തുക അനുവദിക്കുന്ന സമയത്ത് തന്നെ ആനുകൂല്യം അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലുമൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ സഹായം സ്വീകരിക്കുന്നവർക്ക് അവർക്ക് കൈകളിലേക്ക് മതിയെങ്കിലോ, ഇനി കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മതിയെങ്കിലോ അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ അത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കാവുന്നതാണ്.
അപേക്ഷകൾ പരിഗണിച്ച ശേഷം ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്ക്, അല്ലെങ്കിൽ കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ രീതിയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാർഡ് ഉടമകളും തീർച്ചയായിട്ടും റേഷൻ കടകളിലെത്തി ആനുകൂല്യങ്ങൾ വാങ്ങേണ്ടതാണ്. ഈ മാസം 4 വിഭാഗങ്ങളിലുമുള്ള കാർഡുകൾക്കുള്ള വിഹിതങ്ങൾ ഇപ്രകാരമാണ്. അന്ത്യോദയ അന്ന യോജന AY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായിട്ടും ഒപ്പം 7 രൂപ നിരക്കിൽ 3 പാക്കറ്റ് ആട്ടയും 27 രൂപയ്ക്ക് 1 കിലോ പഞ്ചസാരയും ലഭിക്കും. PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. കൂടാതെ ഗോതമ്പിന് പകരമായിട്ട് 9 രൂപ നിരക്കിൽ 4 പാക്കറ്റ് ആട്ടയും ഈ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അതുപോലെ വിഹിതം വർദ്ധിപ്പിച്ച നീല കാർഡിലെ ഓരോ അംഗത്തിന് 4 രൂപ നിരക്കിൽ 2 കിലോ അരിയും അതിന് പുറമെയായിട്ട് അധിക വിഹിതമായിട്ട് 5 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ വെള്ള കാർഡ് ഉടമകൾക്ക് 10 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. ഈ അധിക വിഹിതം അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച ഡിസംബർ 2-ാം തീയതി സ്വർണ്ണവിലയിൽ 2 തവണയാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ട് ഗ്രാമിന് 55 രൂപയും പവന് 440 രൂപയുമാണ് കുറഞ്ഞത്. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 11,935 രൂപയിലും പവന് 200 രൂപ കുറഞ്ഞ് 95,480 രൂപയിലുമാണ് വ്യാപാരം നടന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 11,905 രൂപയിലും 240 രൂപ പവന് കുറഞ്ഞ് 95,240 രൂപയിലുമാണ് പിന്നീട് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.